F3 വ്ളോഗ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് F3 വ്ളോഗ്സിൽ ഒരു കുക്കിംഗ് ആണ്. നമ്മൾ ചിക്കൻ തോരനാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിനായി ആദ്യം നമ്മൾ പാൻ എടുക്കുക, പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ആട്ടിച്ച വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലോട്ട് പിന്നെ നമ്മൾ കറാമ്പൂ ആഡ് ചെയ്യണം. കറാമ്പൂ ഇട്ടതിന് ശേഷം പട്ട, വല്ലാണ്ട് നിറം മാറണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കളറൊന്ന് ഫെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഉള്ളി എന്നാണ് പറയുക, ചില കേരളത്തിൻ്റെ ഭാഗത്തൊക്കെ സവാള. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നെല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക. സവാള പെട്ടെന്ന് തന്നെ മൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യാനുസരണം കറി ആയതിനു ശേഷം സോൾട്ട് ആഡ് ചെയ്ത് അത് ബാലൻസ് ചെയ്താൽ മതി. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട, അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ആഡ് ചെയ്യാണ്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് എല്ലാം നമുക്കൊന്ന് ആ ഒരു പച്ചച്ചൊവ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അങ്ങനെ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിക്ക് വേവ് വളരെ കുറവാണ്. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ വേണം നിങ്ങൾ തക്കാളി ആഡ് ചെയ്യാൻ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്, കുനുകുനാന്നരിയണ്ട. ഇനി ഈ തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഈ കാണുന്ന ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരും. തക്കാളിയൊക്കെ നന്നായി വാടി അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറണം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1 കിലോ ചിക്കൻ നമ്മൾ ഈ ഒരു പച്ചമണക്ക മാറിയ നന്നായി വഴറ്റി വെച്ച ഈ ഒരു കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ പൊടികളൊക്കെ ഇതിലേക്ക് നന്നായി മിക്സായി അതിൻ്റെ പച്ചമണക്ക മാറി ഏതാണ്ട് ഈ ഒരു പരിവാവണം. അപ്പം വേണം നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഞാനൊരു മീഡിയം സൈസ്ഡ് കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. നല്ല കുനുകുനാന്നുമല്ല, എന്നാൽ ഒരുപാട് വലുപ്പമില്ല. തോരനായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു മീഡിയം സൈസ്ഡ്, എന്നാൽ അത്യാവശ്യം ചെറുതുമായിരിക്കണം. ആ ഒരു വലുപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തോരനാവുമ്പോൾ ആ ഒരു സൈസ് ആകുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. ചിക്കനൊക്കെ ഇപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ മുന്നേ ഞാൻ എരിവുള്ള സാദാ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം. അത് നല്ലൊരു കളറും അതേപോലെ എരിവും കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കാശ്മീരി മുളക് പൊടി അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ല രീതിയിൽ പിന്നെയും മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളം, ഞാൻ എടുത്തിട്ടുള്ളത് ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് തന്നെ വേവിക്കണം. അപ്പോഴേ ആ ചിക്കൻ നല്ല രീതിയിൽ തന്നെ കറക്റ്റ് രീതിയിൽ വെന്ത് നമുക്ക് കിട്ടുള്ളൂ. ഇടയ്ക്ക് ഇതേപോലെ നമുക്ക് പാത്രം ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പരുവം എത്രയായെന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇനി വെള്ളം വറ്റി വരുന്നത് വരെ നന്നായിട്ട് വേവിക്കണം. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് കറിവേപ്പില ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു തോരന് കൊണ്ടുവരും. അപ്പോൾ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി, ഇനി കുറച്ചും കൂടി ഉണ്ട് വറ്റാൻ. ചിക്കനൊക്കെ ഒരു 90% വെന്ത് കഴിഞ്ഞു. ഇനി തോരനല്ലേ, അപ്പോൾ നമുക്ക് തോരനിൽ തേങ്ങ ചിരവിയത് ആഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തേങ്ങ കുനുകുനാന്ന് ചിരകിയത് ഈ ഒരു വേവുള്ള സമയത്ത് നമ്മൾ കറിക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 1 മുറി ഫുൾ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതി ഇതേപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി കുറച്ചും കൂടി വെള്ളേ വറ്റാനുള്ളൂ.
ഓക്കെ, അപ്പോൾ ഒരു 90-95% ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായി യോജിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗരം മസാല ആഡ് ചെയ്യാം. ഒരുപാട് കൂടണ്ട, കാരണം സാധാ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടിയും കറി നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഒരുപാടൊന്നും ആഡ് ചെയ്യണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ആ നെയ്യും ഇപ്പം ചേർത്തിട്ടുള്ള ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ തോരൻ റെഡി. അപ്പോൾ ഈ കാണുന്നതാണ് ചിക്കൻ തോരൻ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപാര ടേസ്റ്റാണ്. F3 വ്ളോഗ്സിൻ്റെ ഓരോ കോണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും അത് കമൻസിലൂടെ എനിക്ക് അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ടാറ്റ.